ഹായ്, ഞാൻ ശാലിനി കൃഷ്ണകുമാർ. മെൻ്റെ സ്കൂൾ ഓഫ് ഇംഗ്ലീഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി, രണ്ടാഴ്ചയായി എനിക്ക് പുതിയ ക്ലാസ് ഇടാൻ സാധിച്ചില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തിരക്കായിരുന്നു, അത് കാരണമാണ്. ഇനി അങ്ങോട്ട് പെട്ടെന്ന് വീഡിയോസ് ഇടാം, ക്ലാസ്സുകൾ ഇടാം. ഇന്ന് നമ്മൾ ഇതിനു മുമ്പുള്ള സീരീസ്, സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ 5ാമത്തെ ക്ലാസ് ആണ് ഇന്നിടുന്നത്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ ഇട്ട് എന്നെ നേരിട്ട് വിളിച്ച കുട്ടികളുണ്ട്, അങ്ങനെ അഭിപ്രായം പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ സന്തോഷമാണ്. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ടോപ്പിക്ക്, അതായത് സിമ്പിൾ ആയിട്ടൊരു ടോപ്പിക്ക്, നമുക്ക് സ്കൂൾ എന്നൊരു ടോപ്പിക് എടുക്കാം. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 3-4 ഓരോ ടെൻസ് ബേസ്ഡും നമുക്ക് അവസരോചിതമായിട്ട് നിത്യേന നമ്മുടെ എവറിഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന കുട്ടികളോടാണെങ്കിലും കുട്ടികൾ തിരിച്ച് നമ്മളോടാണെങ്കിലും ചോദിക്കുന്ന ചോദ്യം, അതിന്റെ ഉത്തരങ്ങളും പറയേണ്ട ഇംഗ്ലീഷ് സെന്റൻസുകൾ എല്ലാ ടെൻസ് ബേസ്ഡ് ഞാൻ എങ്ങനെ പറഞ്ഞു തരാം. ഓക്കെ, അല്ലാണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. തെറ്റുകൂടാതെ പറയാനും തിരിച്ചു പറയാനും ചോദിക്കാനും ഒക്കെ മനസ്സിലാക്കി തരുന്ന രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. അതായത് ഗ്രാമർ എന്നതിനെ പേടിക്കാതെ ഗ്രാമറും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഗ്രാമർ ഇല്ലാതെ തെറ്റുകൂടാതെ സംസാരിക്കാൻ പറ്റില്ല. ഗ്രാമർ എന്നുള്ള സാധനത്തെ പേടിക്കാതെ, ആ ടേം പേടിക്കാതെ, അതിനെ കൃത്യമായിട്ട് വളരെ ലളിതമായിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ എൻ്റെ ഒപ്പം കേൾക്കുക, കാണുക. നിങ്ങൾ പറ്റുമെങ്കിൽ ഓരോ സെന്റൻസും ഞാൻ പറയുമ്പോൾ ഒന്ന് എഴുതി നോക്കുക, എന്നിട്ട് പറയുമ്പോൾ ശരിയാണോ എന്ന് നോക്കുക. അങ്ങനെ ഒരു 10-20 മിനിറ്റ് എന്നോടൊപ്പം ചെലവഴിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞാൻ പറയുന്നു, എൻ്റെ കൂടെ ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും കോൺഫിഡന്റ് ആയിട്ട് തെറ്റുകൂടാതെ എനിക്ക് പറയാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിചാരിക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഇപ്പൊ സ്കൂൾ ബേസ്ഡ് ഏറ്റവും ആദ്യം സിമ്പിൾ പ്രസന്റ് നമുക്ക് എടുക്കാം. അവിടെ ഹാബിച്വൽ ആക്ഷൻ ആണ്, എവറിഡേ ആക്ഷൻ ആണ് നമ്മൾ പറയുന്നതെന്ന് അറിയാം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഹാബിച്വൽ ആക്ഷനും യൂണിവേഴ്സൽ ട്രൂത്തും, അതായത് എല്ലാ ദിവസവും ഉള്ള കാര്യങ്ങൾ. ഒരു കുട്ടി പറയാണ്, ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു. എങ്ങനെ പറയും? ഒന്ന് പറഞ്ഞു നോക്കിക്കേ നിങ്ങൾ. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു. ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. അവിടെ ഞാൻ ആയതുകൊണ്ട് എന്തേ വരത്തുള്ളൂ? പ്ലൂറൽ ഫോം, ബേസ് ഫോമേ വരത്തുള്ളൂ. ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. ഇനി നമുക്ക് അവര് പോകുന്നു എന്നാണെങ്കിൽ എങ്ങനെ പറയാം? ദേ ഗോ ടു സ്കൂൾ എവറി ഡേ. വി ഗോ ടു സ്കൂൾ എവറി ഡേ. ഇപ്പൊ ഷീലയാ പോകുന്നെങ്കിലോ? ഷീല ഗോസ് ടു സ്കൂൾ എവറി ഡേ. അത് ഓർക്കുക. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സിംഗുലർ പ്ലൂറൽ ഉണ്ട്. പ്രസന്റ് ടെൻസിൽ എപ്പോഴും സിംഗുലർ പ്ലൂറൽ ഉണ്ട്. എസ് ചേർത്ത് വരുന്ന വെർബ് സിംഗുലർ. ഐ, വി, യു, ദേ പ്ലസ് പ്ലൂറൽ. ബാക്കി എല്ലാ സിംഗുലറിന്റെയും കൂടെ സിംഗുലർ വെർബ്, നൗൺ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ്. ഓക്കെ, ഇനി കുട്ടി പറയാണ്, എന്റെ അധ്യാപിക എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. നിത്യേനയുള്ള കാര്യങ്ങളാണ് എവറിഡേ ലൈഫിൽ. സിമ്പിൾ പ്രസന്റില് എന്റെ ടീച്ചർ, എന്റെ അധ്യാപിക എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. എങ്ങനെ പറയും നമ്മള്? എന്റെ അധ്യാപിക, മൈ ടീച്ചർ. ടീച്ചർ സിംഗുലർ ആയതുകൊണ്ട് ടീച്ച്. മൈ ടീച്ചർ ടീച്ച് മീ ഇംഗ്ലീഷ്. എന്റെ ടീച്ചർ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. ഓക്കെ, ഇനി അവര് പറയും, ഞങ്ങൾ സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുന്നു. ഞങ്ങൾ എവിടെയാ കളിക്കുന്നത്? ഞങ്ങൾ സ്കൂൾ ഗ്രൗണ്ടില് കളിക്കുന്നു. ഞങ്ങളാണ് വി. അപ്പൊ അപ്പുറത്ത് റൂട്ട് ഫോമേ വരുള്ളൂ, ബേസ് ഫോമേ വരത്തുള്ളൂ. വി പ്ലേ ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട്. എപ്പോഴും ഓർക്കുക, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് തെറ്റുന്നത്. സിംഗുലർ പ്ലൂറൽ അവിടെയാണ് വരുന്നത്. ഡു, ഡസ്, ഗോ, ഗോസ്, പ്ലേ, പ്ലേസ്. എസ് ചേർത്ത് വരുന്നത് സിംഗുലർ. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിന്റെ ഫസ്റ്റ് റൂൾ അവിടെയാണ് ഉപയോഗിക്കുന്നത്. അതങ്ങനെ മനസ്സിലാക്കി വെക്കുക. വി പ്ലേ ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട്. ഓക്കെ, ഞങ്ങൾ സ്കൂൾ ഗ്രൗണ്ടില് കളിക്കുന്നു. ഇനി ഞങ്ങളുടെ ക്ലാസ് രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്നു. കുട്ടി പറയുകയാണ്, ഞങ്ങളുടെ ക്ലാസ് രാവിലെ 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. എങ്ങനെ പറയും? ഞങ്ങളുടെ ക്ലാസ്, അവർ ക്ലാസ്. സിംഗുലർ ആണ് അവിടെ. സ്റ്റാർട്ട്സ്. അപ്പൊ എന്ത് വരും? സ്റ്റാർട്ട്സ് അറ്റ് 9 AM. സമയത്തെ കാണിക്കുന്ന പ്രിപ്പോസിഷനോടെ അറ്റ്. അവർ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 9 AM. ഞങ്ങളുടെ ക്ലാസ് 9 മണിക്ക് ആരംഭിക്കുന്നു. അവർ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 9 AM. നിങ്ങൾ എൻ്റെ ഒപ്പം നിന്നാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും.
ഞാൻ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്റെ അടുത്ത് ഇപ്പൊ വെക്കേഷൻ ആണ്, ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്, പ്രായമുള്ളവർ വരുന്നുണ്ട്, എല്ലാവരും നമുക്കറിയാം അവർക്ക് കിട്ടുന്നുണ്ട്. അവർ നല്ല ഭംഗിയായിട്ട് 2 ആഴ്ച കൊണ്ട് സ്മൂത്ത് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഒക്കെ തെറ്റുകൂടാതെ അത്യാവശ്യം ടെൻസ് ബേസ്ഡ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. അതിനോടൊപ്പം ബാക്കി അതിനകത്ത് വരുന്ന പ്രിപ്പോസിഷൻ ആയാലും ആർട്ടിക്കിൾ ആയാലും ബാക്കി എല്ലാ കാര്യങ്ങളും ചെറിയ ചെറിയ സെന്റൻസ് പറഞ്ഞിട്ട് കോമ്പൗണ്ടും കോംപ്ലക്സും ഒക്കെ അവർ പറയും നല്ല ഭംഗിയായിട്ട്. സെന്റൻസ് അല്ല, നല്ല ഭംഗിയായിട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ സംസാരിക്കും എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ അവർ കോൺഫിഡന്റ് ആവുകയാണ് ചെയ്യുന്നത്. എനിക്കറിയാം, തെറ്റുകൂടാതെ പറയാൻ അറിയാം എന്ന് പറഞ്ഞതുപോലെയാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. അപ്പൊ അതിനോടൊപ്പം നിങ്ങൾ എന്റെയോടൊപ്പം ക്ലാസ്സിൽ ചേരുക. ഓക്കെ. ഞായറാഴ്ച ഞാൻ സ്കൂളിൽ പോകുന്നില്ല. ബാക്കി എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നുണ്ട്. ഞായറാഴ്ച ഞാൻ സ്കൂളിൽ പോകുന്നില്ല. ഇനി നമ്മളെ നെഗറ്റീവാണ്. ഇത്രയും നേരം നമ്മൾ പോസിറ്റീവാണ്, പോകുന്നുണ്ട്, കളിക്കുന്നു, പഠിപ്പിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി ഇതിന്റെ നെഗറ്റീവ് എങ്ങനെ പറയും? പോകുന്നു, ഗോ. പോകുന്നില്ല, നോട്ട് ഗോ എന്നുള്ളതിന് പകരം എന്ത് വരും? സിമ്പിൾ പ്രസന്റിലെ നെഗറ്റീവ് പറയാനും ക്വസ്റ്റ്യൻ ചേർക്കാനും ചോദിക്കാനും ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഡു ആൻഡ് ഡസ് ആണ്. ഡു വിത്ത് പ്ലൂറൽ, ഡസ് വിത്ത് സിംഗുലർ. അപ്പൊ ഐ ആണ്. അപ്പൊ അവിടെ ഐ ഗോ ആണ് വരുന്നത്. ഐ പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഗോ, ഐ ഗോ, ഞാൻ പോകുന്നു. ഞാൻ പോകുന്നില്ല എങ്ങനെ പറയും? ഐ ഡു നോട്ട് ഗോ, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഗോ. ഞാൻ ഞായറാഴ്ച സ്കൂളിൽ പോകുന്നില്ല. ഇപ്പൊ ദേ ആയിരുന്നെങ്കിലോ അവിടെയും പ്ലൂറലാണ്. ദേ ഡോണ്ട് ഗോ ടു സ്കൂൾ ഓൺ സൺഡേ. ഇനി ഷീല ആയിരുന്നെങ്കിലോ ഷീല ഡസിന്റ്. ഷീല സിംഗുലർ ആയതുകൊണ്ട് അവിടെ ഗോസ് വരും. ഷീല ഗോസ് എന്ന് പറയുന്ന ഡസ് ഗോയാണ്. നെഗറ്റീവ് പറയുമ്പോൾ ഷീല ഡസിന്റ് ഗോ ടു സ്കൂൾ ഓൺ സൺഡേ. ഓക്കെ. ഇനി നീ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമോ? തിരിച്ച് ചോദ്യം ചോദിക്കുകയാണ്. നീ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമോ? സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ സബ്ജക്റ്റ് ആണ് ആദ്യം വരുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ്, ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് വരും. അപ്പം നീ പോകുമോ എങ്ങനെ ചോദിക്കും? ഡു ഗോ ആണ് അവിടെ വരുന്നത്. ഡു യു ഗോ ടു സ്കൂൾ, ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞ് വെർബാണ് വരുന്നത്. അപ്പൊ ഐ ഗോ എന്നുള്ളത് തിരിച്ച് എങ്ങനെ ചോദിക്കും? ഡു യു ഗോ ടു സ്കൂൾ എവറി ഡേ. നീ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമോ? ഡു യു ഗോ ടു സ്കൂൾ എവറി ഡേ. ഓക്കെ. ഇപ്പൊ റാണി എല്ലാ ദിവസവും സ്കൂളിൽ പോകുമോ എന്നായിരുന്നെങ്കിലോ റാണി ഗോസ് ടു സ്കൂൾ എവറി ഡേ എന്നാണ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. തിരിച്ച് എങ്ങനെ ചോദിക്കും? ഡസ് റാണി ഗോ ടു സ്കൂൾ എവറി ഡേ. റാണി ഗോസ് ആയതുകൊണ്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് ഗോ എന്ന് വരും. മനസ്സിലായോ? അപ്പൊ സിമ്പിൾ പ്രസന്റിലെ ഹാബിച്വൽ ആക്ഷൻ, എവറിഡേ സ്കൂൾ ബേസ്ഡ്, പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നെഗറ്റീവിലും പോസിറ്റീവിലും നമ്മൾ പറഞ്ഞു. ഓക്കെ. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസില് സ്കൂൾ ബേസ്ഡ് നമുക്ക് പറയാം. കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഓൺ ഗോയിങ് പ്രോസസ് ആണ്. പറയുന്ന സമയത്ത് ഒരു പ്രവൃത്തി തുടരുകയാകുന്നു. അറ്റ് പ്രസന്റ് ആൻ ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ. ആക്ഷൻ ഹാപ്പനിങ് നൗ. നമ്മുടെ കൺമുമ്പില് തുടരുന്ന പ്രവൃത്തിയെ കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നു, ഞാനിപ്പോൾ സ്കൂളിലേക്ക് പോവുകയാകുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോൾ സ്കൂളിലേക്ക് പോകുന്നു. നമ്മുടെ കൺമുമ്പില് എങ്ങോട്ട് പോവുകയാണ്? ബാഗൊക്കെ ഇട്ട് കുട്ടി പോവുകയാണ്. ഞാൻ സ്കൂളിലേക്ക് പോകുന്നു. നീ എവിടെ പോകുന്നു? ഞാൻ സ്കൂളിലേക്ക് പോകുന്നു. അപ്പൊ എങ്ങനെ പറയും? ഐ ആം ഗോയിങ് ടു സ്കൂൾ നൗ. ഐ ആം ഗോയിങ് ടു സ്കൂൾ നൗ. ഐ ആയതുകൊണ്ട് ആം ഗോയിങ്. കണ്ടിന്യൂസ് ടെൻസിൽ നിങ്ങൾക്കറിയാം ആം, ഈസ്, ആർ പ്ലസ് ING ആണ്. ഐ ആം ഗോയിങ്, ഷീ ഈസ് ഗോയിങ്, ദേ ആർ ഗോയിങ്. ആം ഏതിന്റെ കൂടെ ഉപയോഗിക്കും? ഐയുടെ കൂടെ. ഈസ് ഏതിന്റെ കൂടെ ഉപയോഗിക്കും? സിംഗുലർ വെർബിന്റെ കൂടെ. ആർ ഏതിന്റെ കൂടെ ഉപയോഗിക്കും? പ്ലൂറൽ വെർബിന്റെ കൂടെ. അപ്പൊ ഐ ആം ഗോയിങ് ടു സ്കൂൾ നൗ. ഞങ്ങളാണെങ്കിലോ വി ആർ ഗോയിങ് ടു സ്കൂൾ നൗ. ഷീ ആണെങ്കിലോ ഷീ ഈസ് ഗോയിങ് ടു സ്കൂൾ നൗ. അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരെണ്ണം പഠിക്കുമ്പോൾ അതിനകത്ത് വരുന്ന എക്സെപ്ഷൻസ് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ആ തെറ്റ് പറഞ്ഞ് തന്നെ പഠിക്കണം. നമ്മുടെ വായിൽ ഇങ്ങനെ വരണം. നമ്മൾ ഓർക്കുമ്പോഴേ നമ്മുടെ ഒരു പറയേണ്ടത് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ നമ്മൾ ആലോചിക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് അത് വരണം. അതങ്ങനെ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ പറ്റത്തുള്ളൂ. ഒരു സുപ്രഭാതത്തിൽ ആരെ കൊണ്ടും ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. പ്രാക്ടീസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് തെറ്റുകൂടാതെ അതിനകത്ത് റൂൾസും കൂടെ മനസ്സിലാക്കി പഠിക്കുമ്പോൾ നിങ്ങൾ കോൺഫിഡന്റ് ആകും.
ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞു തരുന്നത്, വളരെ ലളിതമായിട്ട്. ഇതിൽ കൂടുതൽ ഇത് ലളിതമാക്കാൻ പറ്റില്ല. അതുപോലെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാകുന്നു. ഇപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യുക നിങ്ങളെ ചെയ്യുന്ന? ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാകുന്നു. അറ്റ് പ്രസന്റ് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പഠിപ്പിക്കുകയാണ്. അപ്പൊ എങ്ങനെ പറയാം എനിക്ക്? ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. അധ്യാപിക ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാകുന്നു. എങ്ങനെ പറയും? ദ ടീച്ചർ ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ്. ടീച്ചേഴ്സ് ആണെങ്കിലോ? ടീച്ചേഴ്സ് ആർ ടീച്ചിങ് ഇംഗ്ലീഷ്. അതവിടെ ഓർത്തോണം. സിംഗുലർ ആകുമ്പോ ഈസ്, ഐ ആകുമ്പോ ആം, പ്ലൂറൽ ആകുമ്പോ ആർ, പ്ലസ് ING ഫോം. ആം ING, ഈസ് ING, ആർ ING. അതങ്ങനെ തന്നെ ഓർക്കുക. കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുകയാകുന്നു. കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുകയാകുന്നു. ചിൽഡ്രൻ ആർ പ്ലേയിങ്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്. ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്. വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഗ്രൗണ്ടിൽ കളിക്കുകയാവുന്നു. നമ്മുടെ കൺമുമ്പിൽ അവരവിടെ കളിക്കുകയാണ്. ഞങ്ങളെ ക്ലാസ്സിൽ നോട്ട്സ് എഴുതുകയാണ്. അറ്റ് പ്രസന്റ് ഇപ്പം നമ്മൾ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ എങ്ങനെ പറയും? വി ആർ റൈറ്റിംഗ് നോട്ട്സ് ഇൻ ദ ക്ലാസ് റൂം. ഞങ്ങളുടെ ക്ലാസ്സിൽ എന്ത് ചെയ്യാണ്? വി ആർ റൈറ്റിംഗ് നോട്ട്സ് ഇൻ ദ ക്ലാസ് റൂം. ഇപ്പൊ രാജു ആയിരുന്നെങ്കിലോ? രാജുവിനെ മാത്രം നമ്മൾ പറയുക, രാജു ക്ലാസ്സിൽ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുക. എങ്ങനെ പറയും? രാജു ഈസ് റൈറ്റിംഗ് നോട്ട്സ് ഇൻ ദ ക്ലാസ് റൂം. ഞാനാണെങ്കിലോ? ഐ ആം റൈറ്റിംഗ് നോട്ട്സ് ഇൻ ദ ക്ലാസ് റൂം. ഞങ്ങളാണെങ്കിലോ? വി ആർ റൈറ്റിംഗ് നോട്ട്സ് ഇൻ ദ ക്ലാസ് റൂം. ഓക്കെ, ഇനി ഇതിന്റെ നെഗറ്റീവ് നമുക്ക് പറയാം. ഞാൻ സ്കൂളിലേക്ക് പോവുകയാകുന്നില്ല. ഞാൻ ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നില്ല. എങ്ങനെ പറയും? ഐ ആം നോട്ട് ഗോയിങ് ടു സ്കൂൾ നൗ. ഐ ആം ഇൻ ഗോയിങ് ടു സ്കൂൾ നൗ. ഞാനിപ്പോൾ സ്കൂളിലേക്ക് പോവുകയാകുന്നില്ല. ഓക്കെ, തിരിച്ച് നീ ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ പോവുകയാണോ? നീ ഇപ്പോൾ സ്കൂളിലേക്ക് പോവുകയാണോ? നേരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചോദിക്കണമെങ്കിൽ കണ്ടിന്യൂസിൽ എങ്ങനെ ചോദിക്കും? ആർ യു ഗോയിങ് ടു സ്കൂൾ നൗ? നീ എന്റെ കൂടെ ഇപ്പോ വരികയാണോ? ആർ യു കമ്മിങ് വിത്ത് മീ നൗ? ഓക്കെ, ആർ യു ഗോയിങ് ടു സ്കൂൾ നൗ? നീ എക്സാം എഴുതാൻ പോവുകയാണോ? ആർ യു ഗോയിങ് ടു റൈറ്റ് ദ എക്സാം? ഓക്കെ, അപ്പൊ സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞു, പ്രസന്റ് കണ്ടിന്യൂസ് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പഠിക്കാം. ഓക്കെ, അതായത് കംപ്ലീറ്റഡ് ആക്ഷൻസ് ആണ്. ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷനെ അതിന്റെ റിലവൻസ്, അതിന്റെ പ്രസന്റിൽ അതിന്റെ ഇഫക്റ്റ് ഉണ്ടെങ്കിലുമാണ് ഇത് ഉപയോഗിക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം. ഹാസ് ഗോൺ, ഹാവ് റിട്ടൺ. അങ്ങനെ ഹാസ്, ഹാവ്. ഹാസ് വിത്ത് സിംഗുലർ, ഹാവ് വിത്ത് പ്ലൂറൽ. I have, you have, they have, we have, Raju and Ramu have. She has, Raju has, he has, it has. അതായത് സിംഗുലറിന്റെ കൂടെ ഹാസ്, പ്ലൂറലിന്റെ കൂടെ ഹാവ്, പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് ആണ് ഏത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഞാൻ എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. I have completed my homework. I have finished or I have completed my homework. അതായത് തീർത്തു, ഫിനിഷ് ചെയ്തു, ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ആക്ഷൻ ആണ്. അവർ ഞങ്ങളെ ഒരു പുതിയ പാഠം, അല്ലെങ്കിൽ അവൾ ഞങ്ങളെ ഒരു പുതിയ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. She has taught. She സിംഗുലർ ആയതുകൊണ്ട് എന്ത് വരും? has. ടീച്ചിന്റെ V3 ഫോം ആണ് taught. teach, taught, taught. She has taught us a new lesson. ഞങ്ങളെ, she has taught us a new lesson. Okay, ഞങ്ങൾ ഇന്ന് 2 കളികൾ കളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് 2 കളികൾ കളിച്ചിട്ടുണ്ട്. എങ്ങനെ പറയും? we. ഇപ്പൊ എന്ത് വരും? സിംഗുലർ അല്ല, പ്ലൂറൽ ആണ്. we have played 2 games today. ഞങ്ങൾ ഇന്ന് 2 കളികൾ കളിച്ചിട്ടുണ്ട്. we have played 2 games today. അവർ ഇതിനകം സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അവളിപ്പോ സ്കൂളിൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഇതിനകം സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അവർ ആകുമ്പോ എന്ത് വരും? they have reached school already. സിൻസ് ഓൾറെഡി ഇതിനകത്ത് ഉപയോഗിക്കുന്ന ടെൻസിന്റെ കൂടെ വരുന്നതാണത്. they have reached school already. ഇനി അവളാണെങ്കിലോ? she has reached school already. ഇനി ഇതിന്റെ നെഗറ്റീവ് എങ്ങനെ പറയും? ഞാൻ എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടില്ല. പൂർത്തിയാക്കി എന്നുള്ള I have finished or I have completed. തിരിച്ചെങ്ങനെ പറയും? I
haven't അല്ലെങ്കിൽ I have not completed my homework. ഞാൻ എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടില്ല. ഓക്കെ, നീ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടോ? എങ്ങനെ ചോദിക്കും? ഹാവ് യു കംപ്ലീറ്റഡ് യുവർ ഹോംവർക്ക്? നീ നിന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഹാവ് യു കംപ്ലീറ്റഡ് യുവർ ഹോംവർക്ക്? ഓക്കെ, അടുത്ത നമുക്ക് പ്രസന്റിലെ ലാസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കാം. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെൻസ് ആണ്. നമുക്ക് നിത്യജീവിതത്തിൽ വളരെയധികം കുട്ടികൾക്കായാലും നമുക്കായാലും പറയേണ്ട കാര്യങ്ങൾ വരുന്നതാണ്. അപ്പൊ നേരത്തെ തുടങ്ങി നേരത്തെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നിടത്താണ് ഏത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പഠിച്ചുകൊണ്ടിരിക്കുകയാകുന്നു, വായിച്ചുകൊണ്ടിരിക്കുകയാകുന്നു, കളിച്ചുകൊണ്ടിരിക്കുകയാകുന്നു, അങ്ങനെ എപ്പോഴും അവർക്ക് പറയേണ്ടി വരുന്നതാണ് ഏത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ ഞാൻ 5 വർഷമായി സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാകുന്നു. ഞാൻ 5 വർഷമായിട്ട് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാകുന്നു. എങ്ങനെ പറയും? ഈ ടെൻസിന്റെ കൂടെയാണ് സിൻസും ഫോറും ഉപയോഗിക്കുന്നത്. അപ്പൊ സിൻസ് പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കാനും ഫോർ പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാനും. പെർഫെക്റ്റ് ടെൻസ് കണ്ടിന്യൂസിന്റെ ഫോർമാറ്റ് എന്താണ്? ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ഹാവ് വിത്ത് പ്ലൂറൽ, ഹാസ് വിത്ത് സിംഗുലർ. ഞാൻ ആയതുകൊണ്ട് എന്ത് വരും? ഐ ഹാവ് ബീൻ ഗോയിങ് ടു സ്കൂൾ ഫോർ 5 years. 5 വർഷക്കാലമായിട്ട് ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാകുന്നു. നേരത്തെ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് ഇപ്പോഴും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിലേക്ക്. 5 വർഷമായിട്ട് ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ ഗോയിങ് ടു സ്കൂൾ ഫോർ 5 years. ടീച്ചർ 1 മണിക്കൂറായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. അധ്യാപിക 1 മണിക്കൂറായി ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. അധ്യാപികയാണ്. എന്തുവരും? ഹാസ്. The teacher has been teaching us for 1 hour. 1 മണിക്കൂറായിട്ട് the teacher has been teaching us for 1 hour. 1 മണിക്കൂറായിട്ട് അധ്യാപിക ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. The teacher has been teaching us for 1 hour. ഞങ്ങൾ രാവിലെ മുതൽ കളിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. ഇപ്പൊ വെക്കേഷൻ ഒക്കെയാണ്, കുട്ടികളൊക്കെ പറയും ഞങ്ങൾ രാവിലെ മുതൽ കളിച്ചുകൊണ്ടിരിക്കുകയാകുന്നു, അല്ലെങ്കിൽ രാവിലെ മുതൽ ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുകയാകുന്നു. എങ്ങനെ പറയും? We have been playing since morning. അല്ലെങ്കിൽ we have been watching TV since morning. രാവിലെ മുതൽ ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുകയാകുന്നു, രാവിലെ മുതൽ കളിച്ചുകൊണ്ടിരിക്കുകയാകുന്നു, രാവിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. അപ്പൊ നേരത്തെ തുടങ്ങി കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പറയുന്നിടത്ത് എപ്പോഴും ഉപയോഗിക്കുന്ന ഏതാണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. We have been playing since morning. അവർ 2 മാസമായി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. 2 മാസമായിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. ഒരിടത്തും എത്തിയെന്ന് തോന്നുന്നില്ല. 2 മാസമായി ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. എപ്പോഴും പറയുന്നതാണ്. എങ്ങനെ പറയും? They have been studying English for 2 months. ഞാനാണെങ്കിലോ I have been. അവളാണെങ്കിലോ she has been studying English for 2 months. ആരുടെങ്കിലും പേരെടുത്ത് പറഞ്ഞാണെങ്കിലോ ഷീല has been studying English for 2 months. ഓക്കെ, ഇനി ഇതിന്റെ നെഗറ്റീവ്. ഞാൻ 5 വർഷമായി സ്കൂളിലേക്ക് പോവുകയാകുന്നില്ല. ഇത് ഞാൻ നെഗറ്റീവും അതിന്റെ ക്വസ്റ്റ്യനും മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതിനോടൊപ്പം അത് പറഞ്ഞു പോകുന്നത് കേട്ടോ. പ്രസന്റിലും പാസ്റ്റിലും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ഓക്സിലറി വെർബ് തിരിച്ചിട്ടാല് ക്വസ്റ്റ്യൻ ആവും, നെഗറ്റീവ് ആവും. അപ്പൊ I haven't been going to school for 5 years. നോട്ട് ചേർത്താൽ മതി. I have not been going to school for 5 years. ഓക്കെ, ഇനി തിരിച്ച് ക്വസ്റ്റ്യൻ ആണെങ്കിലോ നീ 5 വർഷമായി സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണോ? ഹാവ് യു ബീൻ ഗോയിങ് ടു സ്കൂൾ ഫോർ 5 years. നേരെ തിരിച്ചിട്ടാ മതി. അവിടെ ഒന്നും അറിയാനില്ല. എങ്ങനെയാണോ നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഓക്സിലറി എടുത്ത് ആദ്യം ഇടുക. ഹാവ് യു ബീൻ ഗോയിങ് ടു സ്കൂൾ ഫോർ 5 years. അപ്പൊ പ്രസന്റ് ടെൻസിലെ 4 എണ്ണം കഴിഞ്ഞു. സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓരോ ടെൻസും നമ്മുടെ നിത്യജീവിതത്തിൽ എവിടെയൊക്കെ ഉപയോഗിക്കാം അതിനൊരു ടോപ്പിക് ഞാൻ സ്കൂൾ എന്നെടുത്തതേ ഉള്ളൂ. അത് വെച്ച് അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് നിങ്ങൾക്ക് ഇനി ഒരു 3 or 4 സെന്റൻസോ ഇങ്ങനെ പറഞ്ഞു നോക്കാം. ഓരോ ടെൻസിലെയും നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെയൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. നിത്യജീവിതത്തിൽ നമ്മൾ അവരുടേതായ രീതിയിൽ ഉപയോഗിക്കുന്ന സെന്റൻസുകൾ ഇങ്ങനെ പറഞ്ഞു നോക്കുക. തെറ്റിക്കോട്ടെ, തെറ്റുന്നതിന് കുഴപ്പമില്ല, തെറ്റി തന്നെ അത് ശരിയാവുള്ളൂ. പ്രാക്ടീസ് ചെയ്തത് ശരിയായിക്കോളും. എല്ലാവരും ഒന്നും ആദ്യമേ പറയുമ്പോ ഒന്നും ശരിയല്ല വരുന്നത്, തെറ്റാണ്. അതൊരു മനസ്സിലാക്കി വരുമ്പോഴാണ് അത് ഫ്ലോ ആയിട്ട് തെറ്റില്ലാതെ പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് പാസ്റ്റ് പഠിക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ്, അതായത് പാസ്റ്റിലെ കംപ്ലീറ്റഡ് ആക്ഷനെ കാണിക്കാൻ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്ന പാസ്റ്റ് ആണ് ഇത് സിമ്പിൾ പാസ്റ്റ്. എന്നാലോ വളരെയധികം ഉപയോഗം. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്താണ്? സബ്ജക്ട് പ്ലസ്
past form of the verb. Simply V2 form of the verb. സബ്ജക്റ്റും V2 ഫോമും ഉണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റ് നമുക്ക് പറയാം. നമ്മുടെ ഇന്നലകൾ മുഴുവൻ നമുക്ക് സിമ്പിൾ പാസ്റ്റിൽ പറയാം. ഓക്കെ, ഇതിനു മുമ്പുള്ള സമയം കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ എന്തിൽ പറയാം? സിമ്പിൾ പാസ്റ്റ്. യെസ്റ്റർഡേ, ലാസ്റ്റ് നൈറ്റ്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, എല്ലാം 2015, 16 എങ്ങനെ എന്താണോ നമുക്ക് ഇതിനു മുമ്പുള്ളത് അവിടെ എല്ലാം നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി. കുട്ടി പറയാണ് ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി. എങ്ങനെയാണ്? ഐ വെന്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. കുഞ്ഞുങ്ങളാണ്, അവർ പറയുമ്പോഴും തെറ്റ് പറയരുത്. അവരിപ്പോ ഞാൻ ഇന്നലെ സ്കൂളിൽ പോയില്ല എന്ന് പറയുമ്പം ഐ ഡോണ്ട് ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ എന്നോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ എന്നോ ഒക്കെ പറഞ്ഞാൽ അവിടെ തെറ്റാണ്. ആ തെറ്റ് എന്താന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അത് മനസ്സിലാകണം നമ്മളും. അപ്പം ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി. ഐ വെന്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. അധ്യാപിക ഞങ്ങളെ ഒരു കഥ പഠിപ്പിച്ചു. ടീച്ചർ ഞങ്ങളെ ഒരു കഥ ഇന്നലെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ ടീച്ചർ ഞങ്ങളെ ഒരു കഥ പഠിപ്പിച്ചു. The teacher taught us a story. The teacher taught us a story. Okay. ഞങ്ങൾ സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ചു. അവിടെ സബ്ജക്റ്റ് ഇന്നാരാണെന്നൊന്നും പാസ്റ്റിലെ വെർബിന് മാറ്റമില്ല. പ്രസന്റിൽ മാത്രമേ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഉള്ളൂ. പാസ്റ്റിലെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും വെർബ് സെയിം ആണ്. V2 അവിടെ മാറ്റമില്ല. ഓക്കെ, വി പ്ലേഡ് ഫുട്ബോൾ ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട്. അവിടെ ഒരാൾക്ക് മാത്രമേ മാറ്റുള്ളൂ. ഐ സിംഗുലർ ആകുമ്പോ ഐ സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അവിടെ വാസ്, പ്ലൂറൽ ആകുമ്പോ വെയർ. ആ ഒരു അർത്ഥത്തിൽ മാത്രമേ, ആ ഒരു വെർബിനോട് മാത്രമേ അത് വരുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും V2 ഫോം ആണ്. സിംപിളി വി പ്ലേഡ് ഫുട്ബോൾ ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട്. ഞങ്ങൾ സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ചു. ഞങ്ങൾ കളിച്ചു. വി പ്ലേഡ്, ബാക്കിയാണ് അവിടെ വരുന്നത്. ഫുട്ബോൾ ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട്. ഓക്കെ, അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. ഞങ്ങളുടെ ക്ലാസ് രാവിലെ 9 മണിക്ക് ആരംഭിച്ചു. കുട്ടികൾ പറയാം ഞങ്ങളുടെ ക്ലാസ് രാവിലെ 9 മണിക്കാണ് ആരംഭിച്ചു. അവർ ക്ലാസ് സ്റ്റാർട്ടഡ് അറ്റ് 9 AM. ഞങ്ങളുടെ ക്ലാസ് 9 മണിക്ക് ആരംഭിച്ചു. അവർ ക്ലാസ് സ്റ്റാർട്ടഡ് അറ്റ് 9 AM. ഓക്കെ, ഇത് പോസിറ്റീവ്. ഇനി ഞാൻ ഇന്നലെ സ്കൂളിൽ പോയില്ല. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഐ വെന്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. ഇനി എങ്ങനെ പറയും? ഞാൻ ഇന്നലെ സ്കൂളിൽ പോയില്ല. ഇവിടെയാണ് നിങ്ങൾ അറിയേണ്ടത് സിമ്പിൾ പ്രസന്റ് പോലെ തന്നെ ബാക്കി 10 ടെൻസിലും ആ കുഴപ്പമില്ല. നെഗറ്റീവ് ആക്കാനും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഏതാണ്? ഡിഡ്. അതായത് ഡിഡ് ഗോ വെന്റ്, ഡിഡ് റൈറ്റ് റോട്ട്, ഡിഡ് കം കെയിം. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഡിഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് അങ്ങനെ തന്നെ മനസ്സിലാക്കി പഠിക്കട്ടെ. അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അല്ലാണ്ട് തെറ്റ് പറ്റരുത്. ഡിഡ് യു ഗോട്ട്, ഡിഡ് യു റോട്ട് എന്നൊന്നും ചോദിക്കരുത്. ഡിഡ് യു വെന്റ് എന്നൊന്നും ചോദിക്കരുത്. നമ്മുടെ നാവിൽ നിന്ന് അങ്ങനെ വരരുത്. അപ്പൊ ഞാൻ ഇന്നലെ പോയില്ല. ഐ ഡിഡിന്റ് ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ പോയില്ല. ഐ ഡിഡിന്റ് ഗോ. അതെങ്ങനെ വന്നു? വെന്റ്. ഐ വെന്റ് ടു സ്കൂൾ എന്നാണ് പറയുന്നത്. തിരിച്ച് ഐ ഡിഡിന്റ് വെന്റ് എന്നോ ഐ നോട്ട് വെന്റ് എന്നോ ഒന്നും അല്ല. പിന്നെ എന്താണ്? വെന്റ് എന്ന് പറയുന്നത് ഡിഡ് പ്ലസ് ഗോ ആണ്. അപ്പൊ തിരിച്ചു പറയുമ്പോ എങ്ങനെ പറയും? ഐ ഡിഡിന്റ് ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ. എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നമുക്കറിയാം. എത്ര പറഞ്ഞാലും പിന്നെയും അവരുടെ വായിൽ നിന്ന് സിമ്പിൾ പ്രസന്റും പാസ്റ്റും വരുമ്പോ ഹാവ്, ഹാസ്, ഡുവർ, ഡസ് അല്ലെങ്കിൽ പ്രസന്റ് പാസ്റ്റ് ഇവിടെ എല്ലാം അവർ തെറ്റ് വരും. പറഞ്ഞ് അവരത് ഹൃദയസ്ഥമാക്കും. എന്ന് പറഞ്ഞതുപോലെ തറവാക്കും. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞ് പഠിക്കുക, അതിനോടൊപ്പം മനസ്സിലാക്കി വെക്കുക. തെറ്റ് വരല്ലേ, എനിക്ക് ഇതാണ് തെറ്റ്, എനിക്ക് വരാറുള്ള തെറ്റ് ഇതാണ്. ഓക്കെ, നീ ഇന്നലെ സ്കൂളിൽ പോയോ? ഡിഡ് യു ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ. അതും അങ്ങനെ തന്നെയാണ്. ഡു യു ഗോ എന്നോ അങ്ങനെയൊന്നും അല്ല. യു ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ എന്നോ ഒന്നും അല്ല ചോദിക്കുന്നത്. പിന്നെ എങ്ങനെയാണ്? ഡിഡ് ഗോ. ഐ വെന്റ് എന്നുള്ളത് എങ്ങനെയാക്കും? ഡിഡ് ഗോ. അപ്പൊ ഡിഡ് കഴിഞ്ഞിട്ട് എന്താ വരേണ്ടത്? സബ്ജക്ട്, നീയാണ്. ഇപ്പൊ ഷീല ഇന്നലെ പോയെന്നാണെങ്കിലോ ഡിഡ് ഷീല ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ. അവരാണെങ്കിലോ ഡിഡ് ദേ ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ. റാണി ആണെങ്കിലോ ഡിഡ് റാണി ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ. അതിനൊന്നും മാറ്റമില്ല. ഡിഡ് ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ട് സബ്ജക്ട് വരണം, പിന്നെ അതിന്റെ വെർബ് വരണം. അപ്പൊ ഡിഡ് യു ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ. സിമ്പിൾ പാസ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഡിഡ് പ്ലസ് പ്രസന്റ് പാസ്റ്റ്. പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് റൂട്ട് ഫോം, ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് എന്ന് ചൊല്ലി പഠിപ്പിക്കുക. അങ്ങനെ പഠിച്ചാലും അതിനകത്ത് കുട്ടികളുടെ സംശയം. അപ്പൊ അത് ക്ലിയർ ആക്കാത്തതുകൊണ്ടാണ്. കം, കംസ്, ഗോ, ഗോസ്, റൈറ്റ്, റൈറ്റ്സ് എന്നുള്ള വ്യത്യാസം മനസ്സിലാകണം. ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് ഡിഡ് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് അല്ലെങ്കിൽ ഡു പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പൊ ആ ഫസ്റ്റ് ഫോമിനകത്ത് രണ്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും PG കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പഠിക്കാമല്ലോ കം, കംസ്, റൈറ്റ്, റൈറ്റ്സ്. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ റൈറ്റ്സിന്റെ അർത്ഥം വേറെന്തോ ആണെന്നാണ് അവരുടെ വിചാരം.
അപ്പൊ അത് തമ്മിൽ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. സിമ്പിൾ പ്രസന്റിൽ രണ്ടെണ്ണം ഉണ്ട്, സിംഗുലറും പ്ലൂറലും. നമുക്ക് മലയാളിക്ക് ഇല്ലാത്തതും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉള്ളതും അതാണ്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കണം. ആ ഒരൊറ്റ കാര്യം മനസ്സിലായാൽ പകുതി തെറ്റ് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കും. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രസന്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് ആണെങ്കിലോ ഭൂതകാലത്തില് നേരത്തെ പാസ്റ്റ് ടൈമിൽ ഒരു പ്രവൃത്തി തുടരുകയായിരുന്നു. ഇന്നലെ രാവിലെ, വൈകുന്നേരം നമുക്ക് പറയാം രാവിലെ, ഇന്നലെ, മിനിഞ്ഞാന്ന്, ഇന്നലെ ഈ സമയത്ത് മഴ പെയ്യുകയായിരുന്നു. അങ്ങനെ നമ്മൾ പലപ്പോഴും ഇന്നലത്തെ കാര്യം, ഒരു കാര്യം ആയിരുന്നു എന്ന് കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നോക്കാം, എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഞാൻ രാവിലെ സ്കൂളിൽ പോവുകയായിരുന്നു. ആ സമയത്ത് നീ വന്നപ്പോ അല്ലെങ്കിൽ നിന്നെ കണ്ടപ്പോ ഞാൻ സ്കൂളിലേക്ക് പോവുകയായിരുന്നു. എങ്ങനെ പറയും? ഐ വാസ് ഗോയിങ് ടു സ്കൂൾ ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെ സ്കൂളിലേക്ക് പോവുകയായിരുന്നു. ഐ വാസ് ദേ ആയിരുന്നെങ്കിലോ ദേ വേർ ഗോയിങ് ടു സ്കൂൾ ഇൻ ദ മോർണിംഗ്. പാസ്റ്റിലെ ഐയുടെ കൂടെ എന്തേ ഉപയോഗിക്കത്തുള്ളൂ? സിംഗുലർ. പ്രസന്റിൽ മാത്രമേ ഐക്ക് ഒരു പ്രത്യേകത കൊടുത്ത് പ്ലൂറൽ ഉപയോഗിക്കത്തുള്ളൂ. പാസ്റ്റിലെ ഐയും എന്തായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്? സിംഗുലർ. ഐ വാസ്, ദേ വേർ. അധ്യാപിക അല്ലെങ്കിൽ ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു. ഞങ്ങളെ ഇന്നലെ ടീച്ചർ പഠിപ്പിക്കുകയായിരുന്നു. അല്ലെങ്കിൽ രാവിലെ അമ്മയോട് വന്നപ്പോ ടീച്ചർ ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു. എങ്ങനെ പറയും? ദ ടീച്ചർ വാസ് ടീച്ചിങ് ഇംഗ്ലീഷ്. അമ്മയോട് പറയാ, അമ്മ സ്കൂളിൽ വന്നപ്പോ ഇനി കെയിം ടു മൈ സ്കൂൾ, മൈ ഇംഗ്ലീഷ് ടീച്ചർ വാസ് ടീച്ചിങ് അസ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ടീച്ചിങ് മീ ഇംഗ്ലീഷ്, പഠിപ്പിക്കുകയായിരുന്നു. അതൊക്കെ കൂട്ടി അങ്ങനെ നമുക്ക് പറയാം. ആദ്യം ബേസ് ഇങ്ങനെ സെന്റൻസ് പറഞ്ഞു നോക്കുക. ഓക്കെ, ബെല്ലടിച്ചപ്പോൾ അല്ലെങ്കിൽ ബെല്ല് മുഴങ്ങിയപ്പോൾ കുട്ടികൾ കളിക്കുകയായിരുന്നു. ശരിക്കും പാസ്റ്റ് കണ്ടിന്യൂസ് ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി തുടരുകയായിരുന്നു എന്ന് കാണിക്കാനാണ് ഉപയോഗിക്കുന്ന പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ബെല്ലടിച്ചപ്പോൾ കുട്ടികൾ കളിക്കുകയായിരുന്നു. എങ്ങനെ പറയും? സ്റ്റുഡൻസ് വേർ പ്ലേയിങ് വെൻ ദ ബെൽ റാങ്. സ്റ്റുഡൻസ് വേർ പ്ലേയിങ് എപ്പോഴാണ്? വെൻ ദ ബെൽ റാങ്. നീ ഇന്നലെ എന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ കളിക്കുകയായിരുന്നു. ഐ വാസ് പ്ലേയിങ് വെൻ യു കെയിം ടു മൈ ഹൗസ് യെസ്റ്റർഡേ. ഇന്നലെ എന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ കളിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ പാസ്റ്റിൽ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി തുടരുകയായിരുന്നു എന്ന് കാണിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസ്. ക്ലാസ്സിനിടയിൽ ഞങ്ങൾ നോട്ട്സ് എഴുതുകയായിരുന്നു. എങ്ങനെ പറയും? വി വെയർ റൈറ്റിംഗ് നോട്ട്സ് ഡ്യൂറിംഗ് ദ ക്ലാസ്. വി വെയർ റൈറ്റിംഗ് നോട്ട്സ് ഡ്യൂറിംഗ് ദ ക്ലാസ്. ഞാനായിരുന്നെങ്കിലോ ഐ വാസ് റൈറ്റിംഗ് നോട്ട്സ് ഡ്യൂറിംഗ് ദ ക്ലാസ്. ഓക്കെ, ഇനി ഇതിന്റെ നെഗറ്റീവ് പറഞ്ഞു നോക്കാം നമുക്ക്. ഞാൻ രാവിലെ സ്കൂളിൽ പോവുകയായിരുന്നില്ല. ഇവിടെ സിംപ്ലി എന്ത് ചേർത്താൽ മതി? നോട്ട് ചേർത്ത് പറഞ്ഞാൽ മതി. ഐ വാസ് ഇൻ ഗോയിങ് ടു സ്കൂൾ ഇൻ ദ മോർണിംഗ്. ഓൾറെഡി അവിടെ ഓക്സിലറി വെർബ് ഉണ്ട്. അപ്പൊ എങ്ങനെ പറഞ്ഞാൽ മതി? ഐ വാസ് ഇൻ ഗോയിങ് ടു സ്കൂൾ ഇൻ ദ മോർണിംഗ്. ഓക്കെ, നീ രാവിലെ സ്കൂളിൽ പോവുകയായിരുന്നോ? തിരിച്ച് നീ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെ പറയും? വേർ യു ഗോയിങ് ടു സ്കൂൾ ഇൻ ദ മോർണിംഗ്. ഐ ആയതുകൊണ്ടാണ് വാസ് വന്നത്. തിരിച്ച് നീ പോവുകയായിരുന്നോ എന്നാണ്. അപ്പൊ എന്ത് പറയും? വേർ യു ഗോയിങ് ടു സ്കൂൾ ഇൻ ദ മോർണിംഗ്. നീ സ്കൂളിലേക്ക് രാവിലെ പോവുകയായിരുന്നോ? ഓക്കെ, അടുത്ത നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിക്കാം. ഞാനിങ്ങനെ ഓരോ ടെൻസിന്റെ കൂടെ അങ്ങനെ എക്സാമ്പിൾ പറഞ്ഞു തരുന്നത് എന്തായാലും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം പല പല ടെൻസുകളിലാണ്. അപ്പൊ ഈ എക്സാമ്പിൾസിൽ കൂടെ ഓരോ കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് ഏത് സന്ദർഭത്തിലാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഒരു ടോപ്പിക് എടുത്തിട്ട് അതിനെ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാണ്ട് ഇവിടുന്നും കുറെ സെന്റൻസ് അങ്ങനെ പറഞ്ഞാലല്ലാതെ, അങ്ങനെ പറയുന്നതിനേക്കാളും നല്ലത് ഒരു ടോപ്പിക് റിലേറ്റഡ് ഇങ്ങനെ ഏതൊക്കെ അവസരത്തിൽ നമ്മൾ അങ്ങനെ, ഇപ്പൊ സ്കൂളിലാണെങ്കിൽ അങ്ങനെ സ്കൂളിനെ റിലേറ്റ് ചെയ്ത് അങ്ങനെ എങ്ങനെ പറയും, ഓരോ ടെൻസ് ഏതൊക്കെ സമയത്ത് ഉപയോഗിക്കും എന്ന് കാണിക്കാനാണ് അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ കുറെ കൂടെ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നിങ്ങൾക്ക് അറിയാം, ഹാഡ് പ്ലസ് V3 ഫോം ആണ് പാസ്റ്റ് പെർഫെക്റ്റ്. അതിനും ഒരുപാട് ഉപയോഗമുണ്ട്. സിംപ്ലി നമ്മൾ ഐ ഹാഡ് ഗോൺ ദെയർ, ഹാഡ് പ്ലസ് V3 അങ്ങനെ പറയില്ല. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു, ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഹാഡ് ഗോൺ, ഹാഡ് റിട്ടേൺ അങ്ങനെയൊക്കെ. പക്ഷേ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഉപയോഗം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടക്കുമ്പം ഏർലിയർ പാസ്റ്റിനെ കാണിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടക്കുമ്പോൾ ആദ്യം നടന്ന പ്രവൃത്തിയെ കാണിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് നടന്ന പ്രവൃത്തിയെ കാണിക്കാൻ സിമ്പിൾ പാസ്റ്റും. എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന രണ്ടിടത്തും പാസ്റ്റ് പറയും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. മഴ പെയ്യുന്നതിന് മുൻപ് ഞാൻ സ്കൂളിൽ പോയിരുന്നു. രാവിലെ മഴയാണ്, മഴയ്ക്ക് മുൻപ് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. മഴ പെയ്യുന്നതിന് മുമ്പ് ഞാൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു.
അവിടെ ആദ്യം നടന്ന ഏതാ? പറയുന്നതിനകത്ത് നമ്മൾ മഴ പെയ്യുന്നതിന് മുമ്പെന്ന് പറഞ്ഞു, പക്ഷെ പ്രവൃത്തിയിൽ ഏതാണ്? സ്കൂളിൽ ചെന്നിട്ടാണ് എന്ത് ചെയ്തത്? മഴ പെയ്തത്. അപ്പൊ എങ്ങനെ പറയും? ഐ ഹാഡ് ഗോൺ ടു സ്കൂൾ ബിഫോർ ഇറ്റ് റെയിൻഡ്. ഐ ഹാഡ് ഗോൺ ടു സ്കൂൾ ബിഫോർ ഇറ്റ് റെയിൻഡ്. മഴ പെയ്യുന്നതിന് മുൻപ് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അധ്യാപിക അതിന്റെ പാഠം ഇതിനകം പഠിപ്പിച്ചിരുന്നു. അധ്യാപിക ആ പാഠം ഇതിനകം പഠിപ്പിച്ചിരുന്നു. The teacher had taught that lesson already. നേരത്തെ തന്നെ ആ പാഠം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. The teacher had taught that lesson already. നേരത്തെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബെൽ മുഴങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ബെല്ലടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറയും? We had played before the bell rang. അല്ലെങ്കിൽ ഞങ്ങൾ ബെല്ലടിക്കുന്നതിന് മുമ്പ് സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. We had reached the school before the bell rang. ബെല്ലടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ പരീക്ഷ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ബെല്ലടിക്കുന്നതിന് മുമ്പ് കുട്ടികളുടെ പരീക്ഷ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയും The students had completed the test before the bell rang. ബെല്ലടിക്കുന്നതിന് മുമ്പ്. ഓക്കെ. അപ്പൊ രണ്ട് പാസ്റ്റ് ആക്ഷനില് ആദ്യം നടന്ന പ്രവൃത്തിയെ കാണിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് നടന്നതിനെ കാണിക്കാൻ സിമ്പിൾ പാസ്റ്റും. അല്ലാണ്ട് പോയിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു, തിന്നിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളിടത്ത് എല്ലാം ഏത് ഉപയോഗിക്കാം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. മഴ പെയ്യുന്നതിന് മുമ്പ് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. നെഗറ്റീവ്. ഐ hadn't gone to school before it rained. I hadn't gone to school before it rained. Okay. തിരിച്ച് മഴ പെയ്യുന്നതിന് മുമ്പ് നീ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നോ? Had you gone to school before it rained? അപ്പോഴേ ഓർക്കണം, അവിടെ ഇങ്ങനെയാണ്, ഇത് ടെൻസ് ആണ് അവിടെ ചോദിക്കേണ്ടതെന്ന് മനസ്സിലേക്ക് ഇങ്ങനെ വരണം. അപ്പോഴാണ് തെറ്റുകൂടാതെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ പഠിച്ചു, ഇപ്പോഴും തുടരുകയായിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ നേരത്തെ തുടങ്ങി നേരത്തെ കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. അറ്റ് പ്രസന്റ് ഇല്ല. ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ing. ഞാൻ സ്കൂൾ മാറുന്നതിന് മുമ്പ് 5 വർഷം സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂൾ മാറുന്നതിന് മുമ്പ് 5 വർഷം ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹാഡ് ബീൻ ഗോയിങ് ടു സ്കൂൾ ഫോർ 5 years ബിഫോർ ഐ ഷിഫ്റ്റഡ്. ആ സ്കൂൾ മാറുന്നതിന് മുമ്പ്, അതിനു മുമ്പ് ഞാൻ അവിടെ 5 വർഷമായിട്ട് ആ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. I had been going to school for 5 years before I shifted. ടീച്ചറെ രാവിലെ മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. The teacher had been teaching us since morning. Had been teaching ആയിരുന്നു. The teacher had been teaching us since morning. Okay. ഞങ്ങൾ 1 മണിക്കൂർ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. We had been playing in the ground for an hour. We had been playing in the ground for an hour. അവര് പരീക്ഷയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. എങ്ങനെ പറയും? They had been studying hard for exams. They had been studying hard. പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു for exams. എക്സാമിന് വേണ്ടി. തിരിച്ച് ഞാൻ 5 വർഷമായി സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാകുന്നില്ല. ഐ hadn't been അല്ലെങ്കിൽ had not been going to school for 5 years. 5 വർഷമായിട്ട് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാകുന്നില്ല. ഐ had not been going to school for 5 years. ക്വസ്റ്റ്യൻ ആണെങ്കിലോ, നീ 5 വർഷം സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നോ? Had you been going to school for 5 years? ഇതിന് വലിയ ഉപയോഗമൊന്നുമില്ല. പാസ്റ്റിൽ ഒരു കഴിഞ്ഞ വർഷം വരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പറയേണ്ടടുത്താണ് ഏത് ഉപയോഗിക്കത്തുള്ളൂ? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ. ഇനി നമുക്ക് ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ പറയാം. സിമ്പിൾ ഫ്യൂച്ചറിൽ സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് റൂട്ട് ഫോം ഓഫ് ദ വെർബ്. ഫസ്റ്റ് ഫോം എന്ന് പറയരുത്, സിംഗുലർ വരില്ല. റൂട്ട് ഫോം ഓഫ് ദ വെർബ്. ഞാൻ നാളെ സ്കൂളിൽ പോകും. I will go to school tomorrow. ഫ്യൂച്ചർ എന്നൊരു വാക്കുണ്ട്, അവിടെ will or shall വരും. അധ്യാപിക നമുക്ക് പുതിയ പാഠം പഠിപ്പിക്കും. The teacher will teach us a new lesson. The teacher will teach us a new lesson. പഠിപ്പിക്കും, ചെയ്യിക്കും, തിന്നും, പോകും, വരും, എന്ന് പറയാനായിട്ട് ഏതാ ഉപയോഗിക്കുന്നത്? will. കുട്ടികൾ അത് തെറ്റിക്കുകയില്ല. പക്ഷെ അതിന്റെ കൂടെ will came എന്നോ will comes എന്നോ ഒന്നും പറയരുത്. will plus root form of the verb. ഞങ്ങൾ ഗ്രൗണ്ടിൽ കളിക്കും. We will play in the ground. Okay.
ഞങ്ങളുടെ ക്ലാസ് 9 മണിക്ക് ആരംഭിക്കും. അവർ ക്ലാസ് വിൽ സ്റ്റാർട്ട് അറ്റ് 9 AM. ഞങ്ങളുടെ ക്ലാസ് 9 മണിക്ക് ആരംഭിക്കും. ഞാൻ നാളെ സ്കൂളിൽ പോകില്ല. ഐ വോണ്ട് ഗോ. വിൽ നോട്ട് പറയും ഐ വോണ്ട് ഗോ ടു സ്കൂൾ ടുമോറോ. ഞാൻ നാളെ സ്കൂളിൽ പോകില്ല. നീ നാളെ സ്കൂളിൽ പോകുമോ? വിൽ യു ഗോ ടു സ്കൂൾ ടുമോറോ. നീ എന്റെ കൂടെ വരുമോ? വിൽ യു കം വിത്ത് മീ? വിൽ യു ഗോ ടു സ്കൂൾ ടുമോറോ? ഓക്കെ. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചറില് ഭാവിയിൽ ഒരു പ്രവൃത്തി തുടരുകയാകും, കണ്ടിന്യൂ ചെയ്യുകയാകും എന്ന് കാണിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഞാൻ നാളെ രാവിലെ അല്ലെങ്കിൽ രാവിലെ 9 മണിക്ക് സ്കൂളിലേക്ക് പോകുകയാകും. I will be going to school at 9 AM. I will be going to school at 9 AM. ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാകും. The teacher will be teaching English. ഞങ്ങൾ ഇന്റർവെല്ലിന് ഇടവേളക്കിടയിൽ കളിക്കുകയായിരിക്കും. We will be playing during the break. അപ്പൊ അവിടെ കണ്ടിന്യൂ ചെയ്യുകയാകും. നാളെ ഈ സമയത്ത് ഞാൻ യാത്ര ചെയ്യുകയാകും. I will be traveling at this time tomorrow. കുട്ടികൾ പരീക്ഷ എഴുതുകയാകും. Students will be writing exams. Okay. ഇനി ഇതിന്റെ നെഗറ്റീവ് പറയണെങ്കിലോ? I won't be going to school at 9 AM. ഞാൻ 9 മണിക്ക് സ്കൂളിലേക്ക് പോവുകയാകില്ല. I won't be going to school at 9 AM. Okay. നീ 9 മണിക്ക് സ്കൂളിലേക്ക് പോവുകയാകുമോ? Will you be going to school at 9 AM? Then I will be going or I won't be going. Future perfect tense. ഇതിനെ റിലേറ്റ് ചെയ്ത് സ്കൂൾ റിലേറ്റ് ചെയ്ത് പറയുന്നതാണ് നോക്കാം നമുക്ക്. ഞാൻ രാവിലെ 9 മണിക്ക് മുമ്പ് സ്കൂളിലേക്ക് പോയിട്ടുണ്ടാകും. Will have, shall have plus V3 form ആണ്. Will have gone, will have returned. I will have gone to school by 9 AM. 9 മണിക്ക് by 9 AM സ്കൂളിലേക്ക് പോയിട്ടുണ്ടാകും. പോയിട്ടുണ്ടാകും, തിന്നിട്ടുണ്ടാകും, പൂർത്തീകരിച്ചിട്ടുണ്ടാകും, കുടിച്ചിട്ടുണ്ടാകും, അങ്ങനെ കാണിക്കുന്നതാണ് ഏത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഭാവിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ടാകും. അധ്യാപിക പാഠം പഠിപ്പിച്ചിട്ടുണ്ടാകും. The teacher will have taught the lesson. The teacher will have taught the lesson. ഞങ്ങൾ മത്സരം കളിച്ചിട്ടുണ്ടാകും. We will have played the match. We will have played the match. Will have or shall have plus V3 form of the verb. അവിടെയും കംപ്ലീറ്റഡ് ആണ്. ഫ്യൂച്ചറിലെ കംപ്ലീറ്റഡ് ആക്ഷനെ കാണിക്കാനാണ്. കുട്ടികൾ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടാകും. Students will have completed homework. Students will have completed homework. ഒരു പ്രത്യേക സമയത്ത് by the time ചേർത്ത് പറയാം. By the time of the next month I will have completed the course. അടുത്ത മാസം അവസാനം ആകുമ്പോഴേക്കും ഞാൻ എന്റെ കോഴ്സ് പൂർത്തീകരിച്ചിട്ടുണ്ടാവും. തിരിച്ച് ഞാൻ 9 മണിക്ക് മുമ്പ് സ്കൂളിലേക്ക് പോയിട്ടുണ്ടാകില്ല. എങ്ങനെ പറയും? I will not have gone or won't have gone to school by 9 AM. I won't have gone to school at 9 AM. നീ 9 മണിക്ക് സ്കൂളിലേക്ക് പോയിരിക്കുമോ? ക്വസ്റ്റ്യൻ. ഇവിടെ ഒന്നും തിരിച്ചിട്ടാ മതി, ഒന്നും അറിയണ്ട. Will you have gone to school by 9 AM? ഇതൊക്കെ ആ സന്ദർഭത്തിനനുസരിച്ചാണ് ചോദിക്കുന്നത്. ഇന്ന സ്ഥലത്ത് ഇന്നതെന്ന് പറയുമ്പോൾ അതിന് തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന്റെ ആൻസറും അനുയോജ്യമായി ചോദിക്കാനാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഓക്കെ. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. വലിയ ഉപയോഗം ഒന്നും ഇല്ലാത്തൊരു ടെൻസ് ആണ് ഏത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സബ്ജക്ട് പ്ലസ് will have been or shall have been plus ing form of the verb. ഫ്യൂച്ചറിൽ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി തുടരുകയാകും എന്ന് കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഞാൻ 5 വർഷം സ്കൂളിൽ പോകുന്നുണ്ടായിരിക്കും. I will have been going to school for 5 years. I will have been going to school for 5 years. അധ്യാപിക 1 മണിക്കൂർ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. Teacher will have been teaching for 1 hour. The teacher will have been teaching for 1 hour. കുട്ടികൾ രാവിലെ മുതൽ കളിക്കുന്നുണ്ടായിരിക്കും. Students will have been playing since morning. ഞങ്ങൾ പരീക്ഷയ്ക്കായി പഠിക്കുന്നുണ്ടായിരിക്കും. We will have been studying for exams. ഇനി ഇതിന്റെ നെഗറ്റീവ്. ഞാൻ 5 വർഷമായി സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാകുന്നില്ല. ഇതൊന്നും വളരെ റെയർ ആയിട്ടേ നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ. I won't have been going to school for 5 years. I will not എന്നുള്ളത് I won't have been going to school for 5 years. നീ 5 വർഷമായി സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നോ? ഇങ്ങനെ ചോദിക്കും.
Will you have been going to school for 5 years? 5 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാകുന്നോ? Will you have been working for 5 years? ഓക്കെ, അപ്പൊ അനുയോജ്യമായ സ്ഥലത്ത് ഓരോ ടെൻസിനും അനുയോജ്യമായ യൂസ് ഉണ്ട്. അതിനനുസരിച്ച് അത് ചോദിക്കാൻ ഒരു ടോപ്പിക് എടുത്ത് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ 2-3 എക്സസൈസ് അതിനകത്ത് ഇടാം. നിങ്ങളത് ചെയ്ത് അതിന്റെ താഴെ കമന്റ് ബോക്സിൽ ഇടുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളുക, പറഞ്ഞുതരാം. ഓക്കെ, നോക്കാം നമുക്ക്. ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയി. അടുത്തത്, ഞാൻ ഈ സ്കൂളിൽ 5 വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. ഞാൻ സ്കൂളിൽ ചെന്നപ്പോഴേക്കും ബെൽ അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ 3 ഏത് അക്കോർഡിംഗ് ടു ദ യൂസ്, അതിന്റെ ടെൻസ്, പ്രോപ്പർ ടെൻസ് നിങ്ങൾ മനസ്സിലാക്കി കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, ക്ലാസ്സുകൾ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ളൊരു പ്രയോജനപ്പെടുന്ന ക്ലാസ്സുമായി ഉടനെ വരാം. ഓക്കെ, അതുവരെ താങ്ക് യു.